നിങ്ങൾ ചില സമയങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടായിരിക്കും ദൈവം ആദാമിൻ്റെ വാരിയെല്ലിൽ നിന്ന് എടുത്തതെന്ന് സ്ത്രീയെ സൃഷ്ടിച്ചത്? എന്തുകൊണ്ട് ദൈവം കാലിൽ നിന്നുള്ള എല്ലിൽ നിന്നോ തലയിൽ നിന്നുള്ള എല്ലിൽ നിന്നോ എടുക്കാത്തതെന്ന് അതിനുള്ള ഉത്തരം ഞാൻ തരട്ടെ. ദൈവം സ്ത്രീയെ പുരുഷൻ്റെ തലയിൽ മുകളിൽ നിന്ന് നിൽക്കാനോ പുരുഷൻ സ്ത്രീയെ അടിമയാക്കി നിൽക്കാനോ ദൈവം ആഗ്രഹിച്ചിട്ടേയില്ല ഇതുവരെയായിട്ട്. പകരം പാർട്ട്ണർഷിപ്പാണ് ദൈവം ആഗ്രഹിച്ചിട്ടുള്ളത്. ഒരു പുരുഷന് 80% ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി 20% ജോലി സ്ത്രീയും ചെയ്യണം. ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെയാണ് വിവാഹം. ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 20% ഉത്തരവാദിത്തങ്ങൾ ഒരു പുരുഷന് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി 80% സ്ത്രീക്ക് ചെയ്യണം. അത് എളുപ്പമാവണമെന്നും ഇല്ല. രണ്ടാമത്തെ കാര്യം, വിവാഹം എന്നത് രണ്ട് പെർഫെക്റ്റ് ആൾക്കാർ ഒന്നിക്കുന്നതല്ല. അൺപെർഫെക്റ്റ്, ഞാൻ പെർഫെക്റ്റ് അല്ല, നിങ്ങളാരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ രണ്ട് പെർഫെക്റ്റ് അല്ലാത്ത ആൾക്കാർ ഒരുമിക്കുന്നൊന്നാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ പെർഫെക്റ്റ് ആവണമെന്ന് നിർബന്ധം പിടിക്കരുത്. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് പെർഫെക്റ്റ് ആവണമെന്ന് നിർബന്ധം പിടിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ കുറവുകളും നല്ല കാര്യങ്ങളും കുറവുകളും എല്ലാം മനസ്സിലാക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം, എല്ലാം ചെയ്യണം. സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവരുടെ കുറവുകൾ മനസ്സിലാക്കണം, അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ വിവാഹ ജീവിതം ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.